ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി എവിടെയാണ് എന്നുള്ള വാർത്തകളാണ് ആദ്യം ചോദ്യരൂപേണ വന്നതെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഖമൈനി കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങളായി എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഈ വരുന്ന വാർത്തകളിലൊക്കെ വ്യക്തത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു വ്യക്തതയും നമുക്ക് പറയാനില്ല. എന്ത് പറയാൻ, ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഊഹാപോഹങ്ങൾ മിക്കവാറുമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ പറയുന്ന പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി വാർത്ത ചെയ്യുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഖമൈനി കൊല്ലപ്പെട്ടോ എന്നുള്ളതിൻ്റെ ഒരു ഭയം പറയുന്നുണ്ട്. അത് ശരിക്കും സംഭവിച്ചോ ഇല്ലയോ എന്ന് പലരും പറയുന്ന അപരനാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് പറയുന്നു. നേരത്തെ ചിത്രീകരിച്ച വീഡിയോകൾ ഇപ്പോൾ പുറത്തുവിടുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ പ്രാദേശികമായ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുൻപ് ഒരു പർവ്വതാരോഹകൻ ഒരു മലയിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. അയാളുടെ മൃതദേഹം ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇത് മഞ്ഞിൻ്റെ പൊതിഞ്ഞിരിക്കാം എന്നൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നു മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് എന്നുള്ളതാണ്. പക്ഷേ ഈ വാർത്തയും സമീപകാലത്തുള്ളതല്ല, ഏതാണ്ട് 8 ദിവസം മുൻപുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാർത്തകൾ അവിടെ പ്രാദേശികമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഖമൈനിയാണോ കൊല്ലപ്പെട്ടതെന്നാണ്. പക്ഷേ 7 ദിവസം മുമ്പ് കണ്ടെത്തിയ ഈ വാർത്തയുടെ ചിത്രങ്ങളുമായിട്ട് ഖമൈനിയുടെ മരണത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി നമുക്കൊരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതെന്തിനാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഖമൈനി എവിടെയാണ് എന്ന് സ്വയം വെളിപ്പെടുത്തുമോ എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ കൊണ്ടാണ് ചില മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങൾ, ഇറാനിലെ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നതാണ്. പക്ഷേ ഖമൈനി എവിടെയാണുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ സൂചന അമേരിക്കയുടെ പക്കലുണ്ട്. ട്രംപിനറിയാം, ഇസ്രയേലിലെ നെതന്യാഹുവിനറിയാം, മൊസാദിനറിയാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരെന്തുകൊണ്ട് ഇപ്പോൾ ഖമൈനിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് ഈ ഘട്ടത്തിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം അങ്ങനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഭരണമാറ്റത്തിലേക്ക് വന്നേക്കാം. പക്ഷേ ആ ഭരണമാറ്റം ആരുടെ കയ്യിലായിരിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സാവകാശം ഈ പറയുന്ന അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാകാം ഖമൈനിയെ കൊല്ലാത്തത്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വിവരം വെളിയിലേക്ക് കൊടുക്കാത്തത്. എന്തായാലും വരുന്ന അഭ്യൂഹങ്ങളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ഉള്ളത്. പല വാർത്തകൾ പല രീതിയിൽ വരുന്നു. ഖമൈനി കൊല്ലപ്പെട്ടു എന്ന് വരുന്നു, ഖമൈനിയുടെ മൃതദേഹം കിട്ടിയെന്ന് പറയുന്നു, ചില മേഖലകളിൽ നടത്തിയ ഉഗ്രമായിട്ടുള്ള ബലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഖമൈനി അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ശരിക്കും ഈ വാർത്തയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ബിനു? അതായത് പ്രിയൻ, ഈ ഖമേനി നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ അദ്ദേഹം യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ തന്നെ അദ്ദേഹം ബങ്കറിനുള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലൂടെയായിരുന്നു കടന്നു പോകുന്നത്. പക്ഷേ അതിനിടയിലാണ് ഈ പ്രിയൻ പറഞ്ഞതുപോലെ മറ്റൊരു മൃതദേഹം അവിടെ കിട്ടിയതുമായി ബന്ധപ്പെട്ടത് ഖമേനിയുടെ മഞ്ഞിൽ പൊതിഞ്ഞ മൃതദേഹമാണെന്നുള്ള രീതിയിലൊരു അഭ്യൂഹം ആദ്യം അവിടെ വന്നിരുന്നു. പക്ഷേ അത് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാഴ്ച മുമ്പ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ ഒരു വീഡിയോ, അത് മഞ്ഞിൽ പൊതിഞ്ഞ് കിട്ടിയ മൃതദേഹം ഖമൈനിയുടെ അല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടേ ഇരിക്കുന്നു. അത് ഖമേനിയുടെ ആണെന്ന് പറഞ്ഞിട്ട് അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് അത് ഒളിച്ചു വെച്ചതാണ്, മറ്റൊരാളുടേതല്ല, ഖമേനിയുടെ തന്നെയായിരുന്നു. അവർക്ക് ഇത്തരത്തിലൊരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി അത് മറ്റൊരാളുടെ പേരിലാക്കിയതാണെന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഈ ഖമേനിയുടെ ഒരു വീഡിയോ പുറത്തു വന്നു. അപ്പോൾ അത് മുൻപേ ചിത്രീകരിച്ചതാണെന്ന് അതിൽ വ്യക്തമാണ്. അപ്പോൾ അതിൽ പറയുന്നത്, എനിക്ക് അഥവാ ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് പ്രശ്നം വന്നാലും ഞാൻ 3 അനുയായികളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ മരിച്ചാലും ഇവർ ഇവിടെ ഭരിക്കും എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇയാൾക്ക് അനുയായികളുണ്ട്, ഈ അനുയായികൾ ആരാണെന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തു വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖമനേയി കൊല്ലപ്പെട്ടാലും അവിടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവിടെ ശക്തമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ അമേരിക്ക ഇപ്പോൾ നടത്തിയ ഈ ആക്രമണം വളരെ ശക്തമായൊരു ആക്രമണമായിപ്പോയി. അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ വലിയ ഭാരമുള്ള വിമാനങ്ങൾ, അതിനകത്ത് ബോംബുകൾ വർഷിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ മേഖലകളിലും വന്ന് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ, കാരണം ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനൊരു സംഭവം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവരുടെ ഉള്ളറകളിലേക്ക് പോലും കയറിക്കൊണ്ട് ഈ വിമാനം, ഈ അതിശക്തമായ വലിയ ഭാരം വഹിക്കുന്ന ഈ വിമാനത്തിനുള്ളിൽ ബോംബുകൾ വെച്ച് അവിടെ വർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അമേരിക്കയുടെ ആ ഒരു ശക്തി, അല്ലെങ്കിൽ ട്രംപ് നടത്തിയ ആ ഒരു ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്തായിരുന്നു, അതൊന്ന് പറയാം. അതായത് GBU-57AB എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ഏതാണ്ട് 13,600 കിലോഗ്രാം ഭാരമുള്ള ബോംബുകളാണിത്. വലിയ തോതിൽ തുരന്നു പോയി. അതായത് 6 മുതൽ 18 അടി വരെ കോൺക്രീറ്റ് പാളികളെ തുളയ്ക്കാൻ കഴിയുന്നതും, ഏതാണ്ട്
10 മുതൽ 40 മീറ്റർ വരെ 40 അടി വരെ ആഴത്തിൽ പാറ തുളയ്ക്കാൻ കഴിയുന്നതും, മണ്ണാണെങ്കിൽ അതായത് മണ്ണിലുള്ളതാണെങ്കിൽ പ്രദേശമാണെങ്കിൽ ഏതാണ്ട് 60 മുതൽ 80 അടി വരെ തുളച്ച് കയറി സ്ഫോടനം നടത്തി ഈ പറയുന്ന ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള GBU-57AB എന്ന് പറയുന്ന അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ഇത് വഹിക്കുന്നത് നമ്മുടെ B-2 ബോംബർ എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനമാണ്. അമേരിക്കയുടെ കയ്യിൽ അമേരിക്കൻ എയർഫോഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ബോംബർ വിമാനമാണത്. അത് ഈ വലിയ വേഗതയിൽ പോകാൻ കഴിയും. അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ടെക്നോളജിയുള്ള ലോകത്തെ ഏക വിമാനമാണ്. ആ വിമാനമാണ് അമേരിക്കയുടെ കയ്യിലുള്ളത്. അമേരിക്ക അത് ഉപയോഗിച്ചാണ് ഈ പറയുന്ന ഇറാൻ്റെ ഫോർദോ, അതുപോലെ നെതാൻസ്, ഇൻസ്ഫഹ അതുപോലുള്ള ഇൻഫഹ പോലുള്ള മേഖലകളിലെ വലിയ ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതും ശേഖരിക്കുന്നതും വിവിധ തരത്തിലുള്ള പ്രോസസ്സ് ചെയ്യുന്നതുമായിട്ടുള്ള മേഖലകളെ, ഈ 3 മേഖലകളെ തകർത്തതാണ്. മറ്റ് 2 ആണവ കേന്ദ്രങ്ങൾ കൂടി ഇറാനുണ്ട്. പക്ഷെ അവിടെ വ്യക്തമായിട്ടുള്ള ആക്രമണമൊന്നും ഇപ്പോൾ നടത്തിയിട്ടില്ല. ഈ മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ പറയുന്ന പ്രധാനപ്പെട്ട ഇൻസഫ പോലെയുള്ള ഈ പറയുന്ന ഇസ്ഫഹ പോലുള്ള മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. ഫോർദോയാണ് ഇതിൽ ഏറ്റവും ശക്തമായ കേന്ദ്രം. ഫോർദോ തകർത്തിരിക്കുന്നു. അവിടെ ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ കൈവശമുണ്ട്. ആ മേഖല തകർത്തിരിക്കുന്നു. അത് എത്രത്തോളം ആഘാതം ഈ പറയുന്ന മേഖലകളുടെ 200 അടി താഴ്ചയിലൊക്കെയാണ് എന്നാണ് പറയുന്നത്. അത്രയും വലിയ ബങ്കറാണ് അവിടെ ഇറാൻ നിർമ്മിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളെ പറ്റിയിട്ട് വ്യക്തതയില്ല. അത് താമസിയാതെ വരും മണിക്കൂറുകളിലൊക്കെ, അത് ഇന്നലെയാണ് നടന്നത്, ഇന്നത്തോടു കൂടിയൊക്കെ അത് അവിടുത്തെ അണുവികിരണത്തിൻ്റെ തോതൊക്കെ പഠിച്ചതിന് ശേഷം കൃത്യമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയൊക്കെ അറിയിക്കുമെന്നാണ് തോന്നുന്നത്. അത് പൂർണ്ണമായും തകർന്നോ, അതോ അവർക്കും സംഭവിച്ചില്ലേ, അവിടെ സമ്പുഷ്ടീകരണം തുടരുന്നുണ്ടോ, അവർ മറ്റേതെങ്കിലും വിധത്തിൽ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പറ്റി വലിയ തോതിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 11,000 കിലോമീറ്റർ താണ്ടി വന്ന വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോയി. എന്നാൽ ഈ പറയുന്ന ഇന്ത്യയുടെ കോണ്ടിനെന്റിൽ നിന്നും കയറാതെ സമുദ്രാതിർത്തിക്ക് അപ്പുറത്ത് കൂടി പോയി 2 മേഖലകളാണ് ഇറാനിലേക്ക് കടക്കാനുള്ളത്. ഒന്ന് നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഗൾഫ് സീയുടെ മേഖലകളിൽ കൂടെ ഹോർമൂസ് എന്ന് പറയുന്ന തുറമുഖമൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ പറയുന്ന ഇടനാഴിയൊക്കെ ഉണ്ട്. ആ ഇടനാഴിയൊക്കെ വഴി കടന്നു ചെന്ന് ഇറാൻ്റെ മണ്ണിൽ കയറി ആക്രമിച്ചിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ വഴി പാകിസ്ഥാൻ മേഖലയിലൂടെ ഇറാനിലേക്ക് കയറണം. അവിടെ ഈ പറയുന്ന സ്റ്റെൽത്ത് വിമാനമായതുകൊണ്ട് ഈ ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളെയോ ഈ പറയുന്ന മിസൈലുകളെയോ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഒന്നും പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല. ഈ മേഖലയിലെല്ലാം പോയി കൃത്യമായി ബോംബിട്ടതിന് ശേഷം തിരിച്ച് അമേരിക്കയിലേക്ക് സുരക്ഷിതമായി എത്തി എന്നുള്ളത് ഏതാണ്ട് 23 മിനിറ്റിനകത്ത് മാത്രം എടുത്ത ഒരു ഓപ്പറേഷനാണ്. 10-14 മണിക്കൂറുകൾ ഒരു സൈഡിലേക്ക് മാത്രം ഫ്ലൈ ചെയ്യാനുണ്ടായിരുന്നെങ്കിലും സമയം വളരെ കുറവാണ്. പെട്ടെന്ന് അത് ബോംബിട്ട് അവർ തിരിച്ചു പോന്നു സുരക്ഷിതമായിട്ട്. എന്തായാലും ഇറാൻ്റെ മേലെ വലിയ ആക്രമണം നടത്തിയാണ് അമേരിക്ക തിരിച്ചു വന്നത്. മറ്റ് ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. വിവിധമായിട്ടുള്ള ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം പ്രയോഗിക്കുന്നുണ്ട്. ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കുന്നുണ്ട്. കരുത്തരായിട്ടുള്ള വലിയ മറ്റ് മിസൈലുകളും അമേരിക്ക പ്രയോഗിക്കുന്നുണ്ട്. ഈ മിസൈൽ ആക്രമണത്തിൽ ഏതിലെങ്കിലും ഖമൈനി കൊല്ലപ്പെട്ടോ എന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവയുടെ എല്ലാം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഖമൈനിയുടെ മരണം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. ഇറാനിലെ ഭരണമാറ്റത്തെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരൊറ്റ കാര്യം ഇവിടെ നമുക്ക് പറഞ്ഞ് തീർക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമൈനി കൊല്ലപ്പെട്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ചിട്ട് ലോക മാധ്യമങ്ങളെല്ലാം തിരയുന്നു, ഒപ്പം നമ്മളും തിരയുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ, പ്രാദേശിക സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഖമൈനി എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കൊല്ലപ്പെട്ടെങ്കിൽ എങ്ങനെ, ആര് കൊന്നു എന്നുള്ളതും അടുത്ത ഇറാൻ്റെ നീക്കം എന്താണെന്നുള്ളതും വ്യക്തമായ ഒരു രാഷ്ട്രീയ പ്രതിഫലനം ലോകത്താകെ ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.